എന്തൊരു ചൂട്. പെണ്ണെ എന്തരായി? ചിട്ടി പൈസ ഇട്ടാ? പെണ്ണെ ഇടും, നിനക്ക് തരും. ശ്യാമളെ നീ അടങ്ങ്. ഓ, എനിക്ക് തന്നെ തരണേ എണ്ണേ. പിന്നെ മരുമോൾ എവിടെ? ഇപ്പൊ കാണാനൊന്നും ഇല്ലല്ല. മരുമകളെ പറ്റിയൊന്നും പാണായണ്ട. ഓ, എന്ത് പെണ്ണെ ഒറ്റ മോളുള്ളൂന്നും പറഞ്ഞാണ് എന്റെ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചത്. എന്നിട്ട് അവളെ തന്തവക്ക് ഒരു ഗുമ്മണ്ടിക്കാൻ കൊടുത്തില്ല. പിന്നെ ഈ കല്യാണത്തിന് ഇട്ടോണ്ടിരുന്നല്ല തോന്നുന്നു മുക്കായിരുന്ന. മുക്കൊന്നും അല്ല, അത് 35 പവൻ എങ്ങാണ്ടേ ഉള്ളൂ. നീ പോയി ചോദിച്ചാ എത്ര പവനെന്ന്? വന്ന 3ന്റെ അന്ന് ഞാൻ ലോക്കറി വെക്കണമെന്നും പറഞ്ഞു കൊണ്ടുപോയി തൂക്കി നോക്കിയില്ലേ. നിന്റെ ബുദ്ധി. അതൊക്കെ അശ്വതി എന്റെ മോള് പറഞ്ഞു തരൂലേ. ഓ, എന്നിട്ടിപ്പൊ എവിടെ? ഉദ്യോഗത്തിന് പോയേക്കണം. അവളെ തന്തയൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു സ്കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറവും ഇപ്പുറവും കാലിട്ട് ആണുങ്ങളെ പോലെ അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ സ്കൂട്ടി പിന്നെ വേറെ എങ്ങനെ ഇരുന്ന് ഓട്ടിക്കായി? നിനക്ക് ചിട്ടി പൈസ വേണ്ടേ? വേണം വേണം. പിന്നെ ഇരുന്ന് കേക്കി. എന്നിട്ട് എന്തൊരു എണ്ണേ, ഉദ്യോഗം കിട്ടിയ കാര്യം എൻ്റെ അടുത്താ അങ്ങേരെടുത്താ പറഞ്ഞില്ല. ചെറുക്കൻ്റെ സമ്മതം മാത്രം. നമ്മുടെ അടുത്ത് പറയാത്ത പോട്ട്. എൻ്റെ മോള് അവളെ ഒരേ ഒരു നാത്തൂനല്ലേ, അവളുടെ അടുത്ത് പറയണ്ടേ? ഒരു സുപ്രഭാതി വന്നിട്ട് അമ്മ അച്ഛാ ഞാൻ ജോലിക്ക് പോവേണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞേ ഇവിടത്തെ പണിയൊക്കെ ചെയ്തിട്ട് പോയാ മതിയെന്ന്. അപ്പുറത്തെ രമണി പറഞ്ഞു നീയാണ് കെട്ടിപ്പോകുന്ന എല്ലാം കൊടുത്തു വിടണെന്ന്. കഷ്ടം തന്നെ. പിന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, എന്നിട്ട് അവിടെ ഇട്ടേക്കും. ഞാൻ പിന്നെ അതെടുത്ത് ചോറ്റുപാത്രത്തിൽ വെച്ച് അവളെ ബാഗിൽ കൊണ്ട് വെച്ചു കൊടുക്കും. എന്നെ പോലത്തെ അമ്മായിയമ്മ വേറെ എവിടെ ഉണ്ട്? പക്ഷെ ഞാൻ ആരെടുത്തും പറഞ്ഞോണ്ട് നടക്കൂല പെണ്ണേ. ഓ, അതുള്ളത് തന്നെ കേട്ടോ. പിന്നെ പെണ്ണെ ഇന്നത്തെ കാലത്ത് ഒരു ജോലിയൊക്കെ ഉള്ളത് നല്ലത് തന്നെ. എന്റെ വീട്ടിലെ പെണ്ണുങ്ങള് വേലയ്ക്ക് പോയി തിന്നേണ്ട ഗതികേടില്ല. ഭർത്താക്കന്മാര് കൊണ്ടുവരും, നമ്മള് തിന്നും. അവര് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തിനേയും പട്ടിണി കിടക്കോ? നീ എഴിയപ്പി, നിനക്ക് ചിട്ടി വീഴുമ്പോ ഞാൻ വിളിക്കാം, നീ പോയി. ആ ചിട്ടിയും പോയി പുല്ല്. കുറെ എണ്ണം നുണയും കൊതിയും കേൾക്കാൻ രാവിലെ തള്ളിക്കൊണ്ട് വരും.